ദീർഘദൂര ബസ്സുകളിൽ ഈ ഉറക്കത്തിനെ എങ്ങനെയാണ് ഡ്രൈവർമാർ അതിജീവിക്കുന്നത്? വളരെ പലരും പല കഥകളാണ് പറയുന്നത്. ചിലർ വിക്സ് കണ്ണിൽ പുരട്ടും അത്രേ, ചിലർ പുളിയും എരിവും ഉപയോഗിച്ചാണ് ഈ ഉറക്കത്തെ മാറ്റി നിർത്തുന്നത് ചില ഡ്രൈവർമാർ പറയുന്നു. വയനാട് ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നതോടെ നഷ്ടപ്പെടുന്ന സമയം അധിക സമ്മർദ്ദം ചെലുത്തുന്നു. പിന്നെ അധിക വേഗതയിൽ പോകണം. ദീർഘദൂര ബസ്സുകളിൽ ഡ്രൈവർ കം കണ്ടക്ടർ ഉറപ്പാക്കണമെന്ന് എത്രയോ കാലമായി പറഞ്ഞു, ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതേസമയം ദീർഘദൂര സർവീസിന് 10 വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ പോലും ഉപയോഗിക്കുന്നുവെന്നും ഡ്രൈവർമാർ പറയുന്നു. ജീവൻ വിലയ്ക്ക് മരണത്തിന് വിട്ടുകൊടുക്കുകയാണ്. കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന് AK അഭിലാഷ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണും. എങ്ങനെയാണ് KSRTCയിലെ അനാസ്ഥ ജീവനെടുക്കുന്നത് എന്നത് ഈ റിപ്പോർട്ട് പറയും. കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിലാണ് ഞാനുള്ളത്. ഇന്നലെ ഇതേ സമയത്ത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട ബസ്സാണ് ബാംഗ്ലൂരിൽ അപകടത്തിൽപ്പെടുന്നത്. ഈ സമയത്ത് ഡ്രൈവർ എങ്ങനെയൊക്കെയാണ് ബസ് ഓടിക്കുന്നത്, എങ്ങനെയാണ് ഉറക്കത്തെ മറികടക്കുന്നത്, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം തുടർച്ചയായി 10-11 മണിക്കൂറാണ് ഇത്തരത്തിൽ ബസ് ഓടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. പല ബസ്സുകളിലും പല ഷെഡ്യൂളുകളിലും ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഓടിക്കേണ്ടി വരുന്നത്. നമുക്കൊപ്പം ഡ്രൈവർ ഈ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അല്പസമയം ഇവിടെ സൈഡാക്കിയതാണ്. ദീപേഷാണ് ഒപ്പം ചേരുന്നത്. വലിയൊരു ബുദ്ധിമുട്ടാണ് ഇല്ലേ ഈ സർവീസ്? ഇത് തുടർച്ചയായിട്ട് 9 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ കുറേ ഒരു 3-4 മണിയൊക്കെ ആകുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഒരു കണ്ടക്ടർ കം ഡ്രൈവർ കം കണ്ടക്ടറോ ആണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ വയനാട് ചുരം കടന്നൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ചുരത്തിൽ തിരക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയമൊക്കെ എങ്ങനെയാണ് മറികടക്കുക? ചുരത്തിൽ സ്വാഭാവികമായിട്ട് 4 മണിക്കൂർ വരെ ബ്ലോക്ക് കുടുങ്ങിയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ സമയം അത്രയും ലേറ്റ് ആവും. നേരത്തെയുള്ള ബസ്സുകളൊക്കെ 5 വർഷത്തിൽ താഴെ പ്രായമുള്ള ബസ്സുകളായിരുന്നു. പക്ഷേ ഇപ്പോഴതൊരു 10 വർഷം വരെയൊക്കെ ഉള്ള പ്രായമുള്ള ബസ്സുകൾ ഇത്തരത്തിൽ ദീർഘദൂര സർവീസിന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതും ബസ്സിന്റെ ഒരു ഫിറ്റ്നസും പ്രശ്നമാവാറുണ്ടോ? ബസ്സിന് അത് നിലവിൽ 5 വർഷമായിരുന്നു ഉള്ളത്. ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ സർക്കാർ നീട്ടിക്കൊടുത്തതാണ്. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഇത് ഡീലക്സ്, സൂപ്പർ ഫാസ്റ്റ് എല്ലാ വണ്ടികളും 5 വർഷം വരെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പം അത് കൊറോണ വന്നതിന് ശേഷം സർക്കാർ നീട്ടിക്കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം 10 വർഷമായിട്ടുള്ള ബസ്സുകളുള്ളത്. അതായത് ഈ ഡ്രൈവർ കം കണ്ടക്ടർ എന്നുള്ള തസ്തികയിലേക്ക് കാര്യങ്ങൾ വരണം, എങ്കിലേ നമുക്ക് ശുഭകരമായി മുന്നോട്ട് പോകാൻ കഴിയൂല്ലേ? എങ്കിൽ വലിയൊരു ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ പുതിയ ബസ്സും തരണം. പുതിയ ബസ് കിട്ടിയാൽ അതിലും വലിയ ആശ്വാസം. ഏതായാലും ബസ് ഡ്രൈവർ പറയുന്നത് പഴക്കം ചെന്ന ബസ്സുകളാണ്. അതോടൊപ്പം തന്നെ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തിക വരികയാണെങ്കിൽ കുറെ കൂടി ഗുണകരമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കൂടിയാണ്. അത് സർക്കാർ തലത്തിൽ പരിഗണിക്കേണ്ടുന്ന വിഷയമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും ബാംഗ്ലൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ നിന്ന് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് സംഭവം. ഡ്രൈവർമാർക്ക് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിലെല്ലാം കണ്ണിൽ എപ്പോൾ വേണമെങ്കിലും ഉറക്കം തട്ടി നിൽക്കാവുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഇവർ എക്സ്ട്രാ ഡ്യൂട്ടി കൂടി ചെയ്യും. ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഡ്രൈവർ നാളെ പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് എത്തി, അതായത് ഇന്ന് പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് എത്തി, ഇന്ന് വൈകുന്നേരം ബാംഗ്ലൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കും. അപ്പോൾ പകൽ സമയം കുറച്ച് സമയം ഉറക്കം കിട്ടും. അതിനുശേഷം കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വീണ്ടും അടുത്ത ഡ്യൂട്ടിയുമായിട്ട് ചില ഡ്രൈവർമാർ പോകും. ഒരിക്കലും അങ്ങനെ പോകരുത്. തുടർച്ചയായിട്ടുള്ള യാത്ര വല്ലാതെ ക്ഷീണമുണ്ടാക്കും. ആ ക്ഷീണം നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ അപകടം ഉണ്ടാകുന്നത് 7 മണിയോട് അടുപ്പിച്ചാണ്. ആ സമയത്ത് രാവിലെ സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഉറക്കത്തിൻ്റെ ചടവും കൂടെ ആകുമ്പോൾ ചെറിയ തണുത്ത കാറ്റും കൂടെ അടിക്കുമ്പോൾ സ്വാഭാവികമായും ഉറങ്ങിപ്പോകുന്നതാണ്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. മാത്രമല്ല ഡ്രൈവർ കം കണ്ടക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് തന്നെ വരണം. രണ്ടുപേരും ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം, രണ്ടുപേരും കണ്ടക്ടർ പണിയെടുക്കാൻ പറ്റുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവരാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലും ദീർഘദൂര ബസ്സുകളിലുള്ളത്.